കർണാടകയിലെ മാതേശ്വരമലയിൽ വീരപ്പൻ പതിയിരുന്ന് പോലീസ് സംഘത്തെ ആക്രമിച്ച് കൊലപ്പെടുത്തിയ സംഭവവും ഇതുമായി ബന്ധപ്പെട്ട് ഇതുവരെ ചുരുളഴിയാത്ത ചില ദുരൂഹതകളുമാണ് ഈ വീഡിയോയിൽ. രാമാപുരയിലെ ഒരു മദ്യവിൽപ്പനശാല ജീവനക്കാരന് തോന്നിയ ചില സംശയങ്ങൾ. തുടർന്ന് വീരപ്പൻ്റെ വിശ്വസ്തനായിരുന്ന ഗുരുനാഥനെ പോലീസ് സംഘം വെടിവെച്ച് കൊലപ്പെടുത്തുന്നു. പ്രതികാരദാഹിയായ വീരപ്പൻ ആദ്യം രാമാപുര പോലീസ് സ്റ്റേഷൻ ആക്രമിച്ച് 6 പോലീസുകാരെ ക്രൂരമായി കൊലപ്പെടുത്തി പോലീസ് സ്റ്റേഷൻ കൊള്ളയടിക്കുന്നു. 3 മാസങ്ങൾക്ക് ശേഷം മൈസൂർ ജില്ലാ പോലീസ് സൂപ്രണ്ട് ടി ഹരികൃഷ്ണയെയും SI ഷക്കീൽ അഹമ്മദ് ഉൾപ്പെടെ 6 പോലീസുകാരെയും രാമാപുരയ്ക്ക് സമീപമുള്ള വനമേഖലയായ മീനയത്ത് വെച്ച് വീരപ്പൻ പതിയിരുന്ന് ആക്രമിച്ച് കൊലപ്പെടുത്തി. പിന്നീട് തമിഴ്നാട് കർണാടക അതിർത്തി പ്രദേശത്തെ വനമേഖലയായ പാലാറിൽ കാർ ബോംബ് സ്ഫോടനത്തിൽ തമിഴ്നാട്ടിലെയും കർണാടകയിലെയും പോലീസുകാരും സാധാരണക്കാരും ഉൾപ്പെടെ 22 പേരെയാണ് വീരപ്പൻ കൊലപ്പെടുത്തിയത്. തുടർച്ചയായ കൊലപാതക പരമ്പരകൾ നടത്തിയിട്ടും വീരപ്പൻ സംഘത്തെ അമർച്ച ചെയ്യാൻ കഴിയാത്ത കർണാടക സംസ്ഥാന സർക്കാരിനെതിരെ പ്രതിപക്ഷം വലിയ പ്രക്ഷോഭ പരിപാടികൾ സംഘടിപ്പിച്ചു. വീരപ്പ മൊയ്ലിയായിരുന്നു ആ കാലഘട്ടത്തിൽ കർണാടക മുഖ്യമന്ത്രി. അദ്ദേഹം വീരപ്പൻ സംഘത്തെ അമർച്ച ചെയ്യാൻ വിവിധ മാർഗങ്ങൾ ആലോചിച്ചു. ഏത് വിധേനയും വീരപ്പൻ സംഘത്തെ അമർച്ച ചെയ്യാൻ കർണാടക സർക്കാർ ശങ്കർ മഹാദേവ ബിദാരി IPSനെ ചുമതലപ്പെടുത്തി. കർണാടകയിലെ ക്രിമിനൽ സംഘങ്ങളുടെ പേടി സ്വപ്നമായിരുന്നു ശങ്കർ മഹാദേവ ബിദാരി. നാട്ടിൽ കുഴപ്പങ്ങൾ സൃഷ്ടിക്കുന്ന അധോലോക സംഘങ്ങളെ ജീവനോടെയോ അല്ലാതെയോ ഇല്ലായ്മ ചെയ്യുന്നതിൽ അതിവിദഗ്ധനായിരുന്നു അദ്ദേഹം. ഒരു ഏറ്റുമുട്ടൽ വിദഗ്ധൻ കൂടിയായ DIG ശങ്കർ മഹാദേവ ബിദാരി കർണാടക ദൗത്യസേനയുടെ തലവനായി നിയമിക്കപ്പെട്ടു. താമസിക്കാതെ അദ്ദേഹം ദൗത്യസേനയെ പുനഃസംഘടിപ്പിച്ചു. വിപുലമായ ചില അധികാരങ്ങൾ കൂടി ദൗത്യസേനയ്ക്ക് കർണാടക സർക്കാർ നൽകിയിരുന്നു. ഈ കാലഘട്ടത്തിൽ വീരപ്പൻ വേട്ടയ്ക്കുള്ള കർണാടക ദൗത്യസേനാംഗങ്ങൾക്ക് ഇരട്ടി ശമ്പളമാണ് നൽകപ്പെട്ടിരുന്നത്. വീരപ്പൻ്റെ വിഹാര കേന്ദ്രമായ വനമേഖലയുടെ നെറുകയിൽ മഹാദേശ്വര മലയിലാണ് ദൗത്യസേനയുടെ ക്യാമ്പ് ഓഫീസ് തുറക്കപ്പെട്ടത്. വീരപ്പൻ വേട്ടയുടെ ചുമതലക്കാരനായി SP ഗോപാൽ ഹുസൂരിനെ DIG ശങ്കർ മഹാദേവ ബിദാരി നിയമിച്ചു. 14ാം നൂറ്റാണ്ടിൽ ജീവിച്ചിരുന്ന മലൈ മഹാദേശ്വരൻ എന്ന സിദ്ധന്റെ പേരിൽ അറിയപ്പെടുന്ന മഹാദേശ്വര ക്ഷേത്രം ഒരു വലിയ തീർത്ഥാടന കേന്ദ്രം കൂടിയാണ്. കർണാടകയിലെയും തമിഴ്നാട്ടിലെയും 10,000-കണക്കിന് തീർത്ഥാടകർ വർഷം മുഴുവൻ ഈ ക്ഷേത്രം സന്ദർശിക്കാൻ എത്താറുണ്ട്. നിബിഡ വനമേഖലയുടെ നെറുകയിൽ സ്ഥിതി ചെയ്യുന്ന ഈ ക്ഷേത്രത്തെ ചുറ്റിപ്പറ്റി നിരവധി ആദിവാസി ഗ്രാമങ്ങളുമുണ്ട്. മഹാദേശ്വര ക്ഷേത്രത്തിൻ്റെ വെളിപ്പാടകലെ ദൗത്യസേനയുടെ ക്യാമ്പ് ഓഫീസ് പ്രവർത്തനം ആരംഭിച്ചു. അന്ന് ദൗത്യസേനയ്ക്ക് 3 വിഭാഗങ്ങളാണ് ഉണ്ടായിരുന്നത്. അത്യാധുനിക ആയുധങ്ങളിലും ഗറില്ല യുദ്ധമുറകളിലും വിദഗ്ധ പരിശീലനം ലഭിച്ചിട്ടുള്ള സായുധ പോലീസ് സംഘവും ഈ സായുധ പോലീസ് സംഘം കസ്റ്റഡിയിലെടുക്കുന്ന ഗ്രാമീണരടക്കമുള്ളവരെ ചോദ്യം ചെയ്യുന്നതിന് ക്യാമ്പിൽ വേറെ 2ാമതൊരു വിഭാഗവും ഉണ്ടായിരുന്നു. ചോദ്യം ചെയ്യലിൽ ചോദിച്ചറിയുന്ന വിവരങ്ങൾ പരിശോധിക്കുന്നതിന് 3ാമതൊരു സംഘം, അതായത് ഒരു ഇൻ്റലിജൻസ് സംവിധാനവും ഈ ദൗത്യസേനയുടെ ഭാഗമായിരുന്നു. ബാംഗ്ലൂർ സിറ്റിയിലെ അധോലോക കുറ്റവാളികളെ പിടികൂടി അതിക്രൂരമായി മർദ്ദിച്ച് ചോദ്യം ചെയ്യുന്ന ശീലമുണ്ടായിരുന്ന മനുഷ്യത്വം മരവിച്ച ഒരു സംഘം ഉദ്യോഗസ്ഥരാണ് അന്ന് ആ ക്യാമ്പിനുള്ളിൽ ഗ്രാമീണരെ ക്രൂരമായി മർദ്ദിച്ച് ചോദ്യം ചെയ്തതെന്ന് പിന്നീട് വിവരങ്ങൾ പുറത്തു വന്നിരുന്നു. മാതേശ്വരമലയിൽ ദൗത്യസേനയുടെ ക്യാമ്പ് പ്രവർത്തനം ആരംഭിച്ചതോടെ വനമേഖലയിലെ ഗ്രാമീണരുടെ ജീവിതം ഏറെക്കുറെ നരകതുല്യമായി തുടങ്ങി. വീരപ്പനെക്കുറിച്ചുള്ള വിവരങ്ങൾ തിരഞ്ഞ് ഓരോ ദിവസവും ഗ്രാമീണരിൽ പലരെയും ദൗത്യസേന കസ്റ്റഡിയിലെടുത്തു. എന്നിട്ട് ക്യാമ്പുകളിലെത്തിച്ച് ക്രൂരമായി മർദ്ദിച്ച് ചോദ്യം ചെയ്തു. മർദ്ദനത്തിൽ പലർക്കും ജീവൻ വരെ നഷ്ടപ്പെട്ടു. പല സ്ത്രീകളും മാനഭംഗത്തിനിരയായെന്ന് പരാതികൾ ഉയർന്നു. തങ്ങൾക്കറിയാവുന്ന എന്തെങ്കിലും വിവരങ്ങൾ പോലീസിന് കൈമാറിയാൽ വീരപ്പൻ കൊലപ്പെടുത്തും. മറുവശത്ത് വിവരങ്ങൾ ശേഖരിക്കുന്നതിനായി പോലീസ് ഈ ഗ്രാമീണരെ തല്ലിച്ചതച്ചു. അക്ഷരാർത്ഥത്തിൽ പറഞ്ഞാൽ ചെകുത്താനും കടലിനും ഇടയിലായ അവസ്ഥയിലായി ഈ പ്രദേശത്തെ ഗ്രാമീണർ. അങ്ങനെയിരിക്കെ 1993 മെയ് മാസം 24-ാം തീയതി രാവിലെ 8 മണി മാതേശ്വരമലയിലെ കർണാടക ദൗത്യസേന തലവനായിരുന്നു SP ഗോപാൽ ഹുസൂർ തൻ്റെ സഹോദരിയുടെ വിവാഹത്തിൽ പങ്കെടുക്കാൻ ബംഗളൂരിലേക്ക് പുറപ്പെട്ടതായിരുന്നു. മാതേശ്വരമലയിൽ നിന്ന് കൊല്ലകൾ വഴി ചുറ്റി സഞ്ചരിച്ചാണ് ബാംഗ്ലൂരിലേക്ക് SP ഗോപാൽ ഹുസൂരിന് പോകേണ്ടിയിരുന്നത്.
മാതേശ്വരമല ദൗത്യസേന ക്യാമ്പിൽ നിന്ന് 20 കിലോമീറ്റർ സഞ്ചരിച്ച് താളബേട്ട എന്ന സ്ഥലത്തെത്തുന്നതുവരെ നിവിഡ വനമേഖലയാണ്. ഈ 20 കിലോമീറ്റർ വനമേഖലയിൽ വീരപ്പൻ സംഘത്തിൻ്റെ സാന്നിധ്യമുള്ളതിനാൽ സായുധ പോലീസ് സംഘത്തിൻ്റെ 2 വാഹനങ്ങൾ പ്രധാന ഉദ്യോഗസ്ഥരുടെ എല്ലാം വാഹനത്തിന് അകമ്പടി പോകാറുണ്ട്. ഇത്തരത്തിൽ സായുധ പോലീസിൻ്റെ 2 വാഹനങ്ങളുടെ അകമ്പടിയോടെ മെയ് മാസം 24-ാം തീയതി രാവിലെ 7:30-ക്ക് ശേഷം SP ഗോപാൽ ഹൊസൂർ ബാംഗ്ലൂരിലേക്ക് പുറപ്പെട്ടു. പോലീസിൻ്റെ ഈ അകമ്പടി വാഹനങ്ങളിൽ ഓരോന്നിലും ഡ്രൈവറെ കൂടാതെ ഒരു സബ് ഇൻസ്പെക്ടറും SLR റൈഫിളുകളുമായി ജാഗ്രതയോടെ തയ്യാറായിരിക്കുന്ന 4 കമാൻഡോകളും ഉണ്ടായിരിക്കും. ഇത്തരത്തിൽ മുന്നിലും പിന്നിലും കമാൻഡോ വാഹനങ്ങളുടെ അകമ്പടിയോടെ ഗോപാൽ ഹൊസൂരിൻ്റെ വാഹനം കൊല്ലകൽ വഴി ബാംഗ്ലൂരിലേക്ക് പുറപ്പെട്ടു. ഗോപാൽ ഹൊസൂരിൻ്റെ ജീപ്പ് ഓടിച്ചിരുന്നത് ഡ്രൈവർ രവിയായിരുന്നു. ഈ യാത്രാപാതയിൽ 10 കിലോമീറ്ററിനപ്പുറം പോലീസ് സംഘത്തെ കാത്ത് വലിയൊരു അപകടം പതിയിരിക്കുന്നത് പക്ഷേ ആരും അറിഞ്ഞില്ല. ഈ കാണുന്ന പടർന്നു പന്തലിച്ച് നിൽക്കുന്ന ആൽമരത്തിൻ്റെ പിന്നിലും ഈ ഹെയർപിൻ വളവുകളിലെ ഇരുവശത്തുമുള്ള കൽക്കെട്ടുകൾക്ക് മറവിലും വീരപ്പൻ്റെ ഒരു ചെറു സൈന്യം തന്നെ തോക്കുകളുമായി പതിയിരുന്നു. ഏകദേശം 40ഓളം പേരുണ്ടായിരുന്നു ഈ ആക്രമണ സംഘത്തിലെന്ന വിവരങ്ങൾ പിന്നീടാണ് പുറത്തു വന്നത്. പതിയിരുന്ന ആക്രമണത്തിനായി വീരപ്പൻ തിരഞ്ഞെടുത്ത ഈ ഹെയർപിൻ വളവിൽ നിന്ന് കൊല്ലകൽ ഭാഗത്തേക്ക് ഏകദേശം ഒരു 500 മീറ്ററിനപ്പുറം ഒരു മരം വെട്ടിവീഴ്ത്തി ഗതാഗതം തടസ്സപ്പെടുത്തിയിരുന്നു. മീനയത്ത് പോലീസ് സംഘത്തെ വീരപ്പൻ പതിയിരുന്ന് ആക്രമിക്കുന്നതിനിടയിലേക്ക് ഒരു സ്വകാര്യ ബസ് കടന്നു വന്നിരുന്നു. അത്തരമൊരു സാഹചര്യം ഒഴിവാക്കുന്നതിനായിരിക്കാം വീരപ്പൻ സംഘം ഇങ്ങനെ ഒരു മുൻകരുതൽ എടുക്കാൻ കാരണം. പോലീസിനും തങ്ങൾക്കുമിടയിൽ മറ്റാരും വേണ്ട എന്ന കർശനമായ തീരുമാനം. 2 അകമ്പടി വാഹനങ്ങളിലായി 12 പോലീസുകാർ, ഒപ്പം SP ഗോപാൽ ഹൊസൂരും ഡ്രൈവറും, ആകെ 14 പോലീസ് ഉദ്യോഗസ്ഥർ, 3 വാഹനങ്ങൾ. അകലെ മലയിറങ്ങി വരുന്ന 3 വാഹനങ്ങളെയും വളരെ ദൂരെ നിന്ന് തന്നെ നിരീക്ഷിക്കാൻ കഴിയുന്ന സ്ഥലത്തായിരുന്നു ഈ പതിയിരുന്ന ആക്രമണം വീരപ്പൻ പ്ലാൻ ചെയ്തിരുന്നത്. ഇര കെണിയിലേക്ക് അടുക്കുന്നു എന്ന ബോധ്യം വന്നതോടെ ഹെയർപിൻ വളവിൽ ഒരു മരം കൂടി മുറിച്ചിട്ട് വീരപ്പൻ സംഘം തയ്യാറായിരുന്നു. ഈ മരത്തിന് സമീപം വന്നു നിൽക്കുന്ന വാഹനങ്ങളിലെ പോലീസുകാരെ 2 വശത്തും മുന്നിലും പിന്നിലും നിന്ന് നിഷ്ഠൂരം വെടിവെച്ച് കൊല്ലാൻ കഴിയുന്ന രീതിയിലായിരുന്നു ഈ പതിയിരുന്ന ആക്രമണത്തിൻ്റെ കെണി പ്ലാൻ ചെയ്തിരുന്നത്. റോഡിന് കുറുകെ മരം വീണ് കിടക്കുന്നത് കണ്ട് ഗോപാൽ ഹൊസൂരിൻ്റെ വാഹനത്തിന് മുന്നിലുണ്ടായിരുന്ന അകമ്പടി വാഹനം മരത്തിൻ്റെ തൊട്ടടുത്തായി നിർത്തി. മുന്നിലെ അകമ്പടി വാഹനത്തിൽ നിന്ന് ഏകദേശം 30 മീറ്ററോളം ദൂരെ പിന്നിലായി വരികയായിരുന്നു SP ഗോപാൽ ഹൊസൂരിൻ്റെ ജീപ്പ്. ഈ സമയം മുന്നിൽ കടന്നു പോകുകയായിരുന്ന അകമ്പടി വാഹനം റോഡിൽ വീണ് കിടക്കുന്ന മരത്തിനു മുൻപിൽ നിർത്തുന്നത് കണ്ട് എന്തോ ഒരു അസ്വാഭാവികത തോന്നിയതിനാലാവാം ഗോപാൽ ഹൊസൂരിൻ്റെ ഡ്രൈവർ രവി പെട്ടെന്ന് വാഹനം നിർത്തി. മുന്നിൽ പോവുകയായിരുന്ന അകമ്പടി വാഹനത്തിന് തൊട്ടടുത്തേക്ക് വാഹനം ഡ്രൈവർ കൊണ്ടുപോയില്ല. പിന്നിലെ അകമ്പടി വാഹനവും ഗോപാൽ ഹൊസൂരിൻ്റെ ജീപ്പിൻ്റെ പിന്നിലായി നിർത്തി. ഡ്രൈവർ രവിയുടെ ഈ ജാഗ്രത വീരപ്പൻ്റെ കണക്ക് കൂട്ടലുകൾ തെറ്റിച്ചു. റോഡിൽ കുറുകെ വീണ് കിടക്കുന്ന മരത്തിന് സമീപത്തേക്ക് 3 വാഹനങ്ങളും ഒന്നിനു പിറകെ ഒന്നായി വന്നു നിൽക്കും എന്നായിരുന്നു വീരപ്പൻ്റെ കണക്കുകൂട്ടൽ. അങ്ങനെ വന്നു നിൽക്കുന്ന 3 വാഹനങ്ങളെയും 4 വശത്തു നിന്നും ആക്രമിക്കാനായിരുന്നു വീരപ്പൻ്റെ പദ്ധതി. തൻ്റെ ഇരകൾ വഴുതിപ്പോകുമോ എന്ന സംശയത്താൽ വീരപ്പൻ പെട്ടെന്ന് ആക്രമണം അഴിച്ചുവിട്ടു. വെടിയുണ്ടകൾ തീമഴയായി പോലീസ് വാഹനങ്ങളെ പൊതിഞ്ഞു. ഒരേ സമയം എല്ലാ ദിശയിൽ നിന്നും വെടിയുണ്ടകൾ വന്നതിനാൽ മുന്നിലെ അകമ്പടി വാഹനത്തിലുണ്ടായിരുന്ന 6 പോലീസുകാരും നിമിഷങ്ങൾക്കുള്ളിൽ വെടിയേറ്റു മരിച്ചു. രവി അപകടം മനസ്സിലാക്കി അതിവേഗം വാഹനം പിന്നോട്ടെടുത്തു. മുൻഭാഗത്തു നിന്ന് മാത്രമേ വീരപ്പൻ സംഘത്തിന് SP ഗോപാൽ ഹൊസൂരിനെ ആക്രമിക്കാൻ കഴിഞ്ഞുള്ളൂ. ആൽമരത്തിൻ്റെ മറവിൽ നിന്നും കൽക്കെട്ടുകൾക്ക് പിന്നിൽ നിന്നും തീമഴയായി SP ഗോപാൽ ഹൊസൂരിൻ്റെ വാഹനത്തിലേക്ക് വെടിയുണ്ടകൾ വന്നു. ഒരു വെടിയുണ്ട SP ഗോപാൽ ഹൊസൂരിൻ്റെ കഴുത്തിൽ തറച്ചു. അദ്ദേഹത്തിൻ്റെ നെഞ്ചിലും വെടിയേറ്റിരുന്നു. വാഹനം അതിവേഗം പിന്നോട്ടെടുക്കുകയായിരുന്ന ഡ്രൈവർ രവിയുടെ വലത് കൈ വെടിയേറ്റ് തൂങ്ങിയാടി. പക്ഷേ പതറാതെ മനസാന്നിധ്യം കൈവിടാതെ ഡ്രൈവർ ജീപ്പ് പിന്നോട്ടെടുത്ത് വളവിനപ്പുറം സുരക്ഷിത സ്ഥലത്ത് വെച്ച് വെട്ടിത്തിരിച്ച് അതിവേഗം പിന്നോട്ട് ഓടിച്ചുപോയി. പിന്നിലുണ്ടായിരുന്ന അകമ്പടി വാഹനത്തിലെ പോലീസുകാരും വാഹനം അതിവേഗം പിന്നോട്ടെടുത്ത് സുരക്ഷിത ദൂരത്തേക്ക് ഓടിച്ച് രക്ഷപ്പെട്ടു. മുന്നിലെ അകമ്പടി വാഹനത്തിലുണ്ടായിരുന്ന 6 പോലീസുകാരും നിമിഷങ്ങൾക്കുള്ളിൽ വെടിയേറ്റ് കൊല്ലപ്പെട്ടിരുന്നു. അവരുടെ കയ്യിലുണ്ടായിരുന്ന 4 SLR റൈഫിളുകളും ഒരു റിവോൾവറും 500ഓളം തിരകളും വീരപ്പൻ സംഘം എടുത്തുകൊണ്ടുപോയി.
2.5 വർഷത്തെ ചികിത്സ വേണ്ടി വന്നെങ്കിലും SP ഗോപാൽ ഹൊസൂരിന് ജീവൻ നഷ്ടപ്പെട്ടില്ല. റോഡിന് കുറുകെ വീണ് കിടക്കുന്ന മരത്തിന് സമീപം അകമ്പടി വാഹനം നിർത്തുന്നത് കണ്ട് ആ വാഹനത്തിന് സമീപത്തേക്ക് പോകാതെ അകലം പാലിച്ച് തൻ്റെ വാഹനം നിർത്തിയ ഡ്രൈവർ രവിയുടെ ജാഗ്രത SP ഗോപാൽ ഹൊസൂരിനെ മാത്രമല്ല, പിന്നിലെ അകമ്പടി വാഹനത്തിലുണ്ടായിരുന്ന 6 പോലീസുകാരുടെ ജീവൻ കൂടി രക്ഷപ്പെടുത്തി എന്ന് പറയാം. തൻ്റെ പതിയിരുന്ന ആക്രമണങ്ങൾ അണുവിട തെറ്റാതെ നടപ്പാക്കിയിരുന്ന വീരപ്പന് ഒരുപക്ഷെ ആദ്യമായിട്ടായിരിക്കാം ഒരു പോലീസ് ഡ്രൈവറുടെ ജാഗ്രത മൂലം തൻ്റെ ലക്ഷ്യം നിറവേറ്റാൻ കഴിയാതെ പോയത്. പതിയിരുന്ന ആക്രമണത്തിൻ്റെ അവസാന ഭാഗത്തെക്കുറിച്ച് പക്ഷേ 2 വ്യത്യസ്തമായ ഭാഷ്യങ്ങളാണുള്ളത്. ഒന്ന്, വീരപ്പൻ സംഘം പോലീസിനെ ആക്രമിച്ച് മുൻപിലുണ്ടായിരുന്ന അകമ്പടി വാഹനത്തിൽ മുഴുവൻ പോലീസുകാരെയും കൊലപ്പെടുത്തി അവരുടെ ആയുധങ്ങളും വെടിക്കോപ്പുകളും കൊള്ളയടിച്ച് കാട്ടിലേക്ക് പോയി മറഞ്ഞു എന്നതാണ്. രണ്ടാമതുള്ളത് കർണാടക പോലീസിന്റെ ഭാഷ്യമാണ്. അത് വീരപ്പന്റെ ആക്രമണത്തിൽ മാരകമായി പരിക്കേറ്റ് രക്ഷപ്പെട്ട SP ഗോപാൽ ഹൊസൂർ ഉടൻ തന്നെ വയർലെസ് വഴി ഈ വിവരം ദൗത്യസേന ക്യാമ്പിൽ അറിയിച്ചു. ക്യാമ്പിൽ നിന്ന് കൂടുതൽ പോലീസുകാർ 10 കിലോമീറ്റർ അകലെയുള്ള ആക്രമണ സ്ഥലത്തേക്ക് പാഞ്ഞെത്തി. എന്നിട്ട് അവർ വീരപ്പൻ സംഘവുമായി ഏറ്റുമുട്ടി. ആ ഏറ്റുമുട്ടലിൽ വീരപ്പൻ്റെ 8 സംഘാംഗങ്ങളെ ദൗത്യസേന വധിച്ചു എന്നാണ് പോലീസിൻ്റെ അവകാശവാദം. എന്നാൽ പോലീസ് ഏറ്റുമുട്ടലിൽ വീരപ്പൻ്റെ സംഘാംഗങ്ങൾ എന്ന പേരിൽ കൊല്ലപ്പെട്ടവർക്ക് വീരപ്പൻ സംഘവുമായി ബന്ധമില്ലെന്നും വീരപ്പനുമായി ബന്ധം സംശയിച്ച് ദൗത്യസേന കസ്റ്റഡിയിലെടുത്ത് ക്യാമ്പിൽ പീഡിപ്പിച്ചുകൊണ്ടിരുന്ന ആളുകളെ പച്ച വസ്ത്രം ധരിപ്പിച്ച ശേഷം പതിയിരുന്ന ആക്രമണം നടന്ന സ്ഥലത്ത് കൊണ്ടുവന്ന് നിരത്തി നിർത്തി വെടിവെച്ച് കൊല്ലുകയായിരുന്നു എന്നാണ് പിന്നീട് പുറത്തു വന്ന വിവരം. ഇതിനെ സാധൂകരിക്കുന്ന പല റിപ്പോർട്ടുകളും പിന്നീട് പുറത്തു വന്നിരുന്നു. മാതേശ്വര മലയിൽ ഉൾപ്പെടെ തമിഴ്നാട്ടിലെയും കർണാടകയും ദൗത്യസേനകൾ നടത്തിയിട്ടുള്ള മനുഷ്യാവകാശ ലംഘനങ്ങളും പീഡനങ്ങളും അന്വേഷിച്ച ജസ്റ്റിസ് AJ സദാശിവൻ കമ്മീഷൻ റിപ്പോർട്ട് ഏറെക്കുറെ ദൗത്യസേന നടത്തിയ മനുഷ്യാവകാശ ലംഘനങ്ങളും വ്യാജ ഏറ്റുമുട്ടലുകളും കസ്റ്റഡി പീഡനങ്ങളും കൊലപാതകങ്ങളും ബലാത്സംഗങ്ങളും ഉൾപ്പെടെ പല പരാതികളും ശരിവെക്കുന്നതായിരുന്നു. മാതേശമലയിൽ നടന്ന ഈ പതിയിരുന്ന ആക്രമണം 1993 മെയ് 24 രാവിലെയാണ് സംഭവിച്ചത്. ഈ സംഭവവുമായി ബന്ധപ്പെട്ട് ചുരുളഴിയാതെ ദുരൂഹമായി ഇപ്പോഴും ശേഷിക്കുന്ന ചില വസ്തുതകളുണ്ട്. കാരണം പോലീസിൻ്റെ രഹസ്യങ്ങളും നീക്കങ്ങളും വീരപ്പൻ എങ്ങനെ ചോർത്തി എന്ന ചോദ്യത്തിന് ഇപ്പോഴും കൃത്യമായ ഉത്തരം ലഭിച്ചിട്ടില്ല. ദൗത്യസേന SP ഗോപാൽ ഹൊസൂർ ബാംഗ്ലൂരിലേക്ക് 24 രാവിലെ 7 മണിക്ക് ശേഷം യാത്ര പുറപ്പെടുന്നു എന്ന വിവരം കൃത്യമായി വീരപ്പന് എങ്ങനെ ലഭിച്ചു എന്നൊരു ചോദ്യമുണ്ട്. പതിയിരുന്ന ആക്രമണത്തിന് പറ്റിയ ഒരിടം തിരഞ്ഞെടുത്ത് അവിടെ 40-ലധികം വരുന്ന തൻ്റെ സായുധ സംഘത്തെ അണിനിരത്തി മൈസൂർ ഭാഗത്തു നിന്നുള്ള വാഹനങ്ങളെ മരം മുറിച്ചിട്ട് തടഞ്ഞ ശേഷം എല്ലാ തയ്യാറെടുപ്പുകളോടെയും രാവിലെ 8 മണിക്ക് ഈ ആക്രമണം നടത്തണമെങ്കിൽ വീരപ്പന് SP ഗോപാൽ ഹൊസൂർ യാത്ര ചെയ്യുന്ന വിവരം മുൻകൂട്ടി ലഭിച്ചിരിക്കണം. ഇന്നത്തെ പോലെ ആശയവിനിമയ സംവിധാനങ്ങളൊന്നുമില്ലാത്ത 1993 കാലഘട്ടത്തിൽ SP ബാംഗ്ലൂർക്ക് പോകുന്നു എന്നതടക്കമുള്ള പോലീസിന്റെ നീക്കം കൃത്യമായി വീരപ്പൻ എങ്ങനെ അറിഞ്ഞു? ഈ ചോദ്യത്തിന് ഉത്തരം തേടി കർണാടക പോലീസ് ഏറെ അന്വേഷിച്ചെങ്കിലും കുറെ നിരപരാധികളായ ഗ്രാമീണർ ക്രൂരമായ പീഡനത്തിനിരയായതല്ലാതെ ഉത്തരം അവർക്ക് ലഭിച്ചില്ല. 2 സാധ്യതകൾ മാത്രമാണ് ഇവിടെ സംശയിക്കാവുന്നതായി ശേഷിക്കുന്നത്. ഒന്ന്, പോലീസിനുള്ളിൽ വീരപ്പന് ചാരന്മാരുണ്ടായിരുന്നു. 2, SP പോകുന്നത് സംബന്ധിച്ച് പോലീസിൻ്റെ വയർലെസ് സന്ദേശം വീരപ്പൻ ചോർത്തിയിട്ടുണ്ടാകാം. പക്ഷേ അതിനുള്ള സാങ്കേതിക പരിജ്ഞാനം വീരപ്പന് ഉണ്ടായിരുന്നോ? രാമാപുര പോലീസ് സ്റ്റേഷൻ ആക്രമിച്ചു കൊള്ളയടിച്ചതും SP T ഹരികൃഷ്ണയെ വെടിവെച്ചു കൊന്നതും ഉൾപ്പെടെ വൻകിട ആക്രമണങ്ങൾ പോലീസ് സംഘത്തിന് നേരെ നടത്തിയ വ്യക്തിയാണ് വീരപ്പൻ. പോലീസിനെ ആക്രമിക്കുമ്പോൾ അവർ പോലീസിൽ നിന്ന് തോക്കും വെടിക്കോപ്പുകളും വയർലെസ് സെറ്റുകൾ സഹിതം വീരപ്പൻ എടുത്തുകൊണ്ടു പോകുന്ന ഒരു ശീലമുണ്ടായിരുന്നു. അത്തരത്തിൽ ഏതോ ഒരു വയർലെസ് സെറ്റിൽ നിന്ന് ദൗത്യസേന SP 24 രാവിലെ ബാംഗ്ലൂർക്ക് പുറപ്പെടുന്നു എന്ന വിവരം ഒരുപക്ഷെ വീരപ്പൻ മനസ്സിലാക്കിയിരിക്കാം. ഇതെല്ലാം ചില ഊഹങ്ങൾ മാത്രമാണ്. എങ്ങനെയാണ് SP ഗോപാൽ ഹൊസൂരിൻ്റെ നീക്കം ഇത്ര കൃത്യമായി വീരപ്പൻ മനസ്സിലാക്കിയത് എന്ന് ഇന്നും ഉത്തരം കിട്ടാത്ത ഒരു ചോദ്യമാണ്. വീരപ്പൻ്റെ ജീവിതവും ചെയ്തികളും സംബന്ധിച്ച വീഡിയോ പരമ്പര തുടരും. ചാനൽ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്ത് കാണുക.